പതിയോട് ചൊല്ലിനാൽ ഓം നമോ ഭഗവതേ വാസുദേവായ. സർവൈക സമ്മത ഇഷ്ടഫലപ്രദൻ വിഷ്ടപാധീശൻ ഭജനീയ കാമകൻ ചന്ദാമരാക്ഷൻ അസുരാരിതാപക ചിന്തിക്ക സബ്രഹ്മചാരി ലക്ഷ്മീപതി പുഷ്ടകീർത്തിയ നിജ ദ്വാരകാമന്ദിരേ ദുഷ്ടവിനാശന വാഴുന്നതില്ലയോ സന്തതം തന്നുടേ ഭക്തജനത്തിന് ചിന്തിക്കിൽ ആത്മാവ് പോലും കൊടുത്തേടും ചന്ദാമരാക്ഷന്റെ പാദസരോജത്തെ സന്തതം ചിന്തിച്ചു വാഴും ഭവാനിഹ ചിന്തിക്കേ ഇഷ്ടസകലതു മാധവൻ അന്തനേന്ദ്രം ഭവാ എന്ത സാധ്യം ഭവേ ഇന്ന് ഭവാൻ ചെന്ന് മാധവം കാണുക. ഇന്ന് നമുക്ക് ദാരിദ്ര്യവും തീർന്നിടും. ഏവം ഗൃഹണിതൻ വാക്കുകെട്ടന്നേരം ദൈവഗതിയോർത്ത് ചൊല്ലിനാ വിപ്ര വിപ്രകുലോത്തമേ, നീ ചൊന്ന വാക്കുകൾ സുപ്രിയം, ഒക്കെയും യോഗ്യം അതു ദൃഢം. അർത്ഥത്തിൽ ആഗ്രഹമില്ല എനിക്ക്, എങ്കിലും വ്യർത്ഥമാക്കിയിടാതെ നിന്നുടെ വാക്കിന് വേണ്ടി ഞാൻ നാളീകലോചനന്തികെ രണ്ടില്ല പോയി വീണ്ടും വന്നിടുവന്നിഹ. ആരം സുഹൃത്താമഖില ജഗൽപതി നാരായണം ചെന്നു കാണുന്ന നേരത്തു വല്ലതെന്നാലും പുരാബന്ധുവാത്സല്യം ഉല്ലസിപ്പാനൊന്നു കാഴ്ചവെക്കേണ്ടയോ? ആയതിൻ ഇന്നു നീ പ്രാഭൃതം നൽകുകി, ആയതും കൊണ്ടു ഞാൻ കല്യാണി പോകുവൻ. രമണന്റെ വാക്കുകെട്ട നേരം സത്വരനാല് ഗൃഹീച്ചെന്നു യാചിച്ചു പത്നിയും. അപ്പോഴേ 4 ഗൃഹസ്ഥരും പത്നിക്കു 4 പിടി നെല്ലവൽ നൽകിനാർ. അപ്പോളതും ഒരു ഭിന്ന വസനത്തിൽ ഉൽപ്പലാക്ഷി പത്നി കെട്ടി കിളിയാക്കി ചിത്തമോദേന മുകുന്ദനു നൽകുവാൻ ഭർത്താവ് തന്നുടെ കയ്യിൽ നൽകിയിടാൻ. സത്വരമായിരങ്കൊണ്ട് വിപ്രനും ചിത്തമോദേന പോകും വിധവും ചിന്തിച്ച ഓം നമോ ഭഗവതേ വാസുദേവായ. ചന്ദാമരാക്ഷന്റെ ദർശനം നിന്നുവേ ചിന്തിക്ക് ഇങ്ങ് സാധിക്കും അസംശയം.
എന്നിവ ചിന്തിച്ചു ചിന്തിച്ചു മോദിച്ചു ചെന്നു കുചേലൻ മാധവ മന്ദിരേ മാധവ മന്ദിരം സ്വർണമയം മനോബോധമാനന്ദേന കണ്ടു കണ്ടങ്ങനെ ചെന്നു കടന്നിരു ഗോപുരം പിന്നെയും ഉന്നതവാരണ പത്തിഗൃഹം നല്ല മതിലുകൾ നല്ല ദ്വാരങ്ങളും നല്ല മണികൾ ഗൃഹങ്ങൾ പല കണ്ടു ചെന്നു കുചേരൻ ഒരു ഗൃഹം പൊക്കിതു മന്ദിരമങ്ങ് അത് രുക്മിണി തന്നുടേ വന്ദേ മുകുന്ദ ഹരേ ജയ സൂര്യ സന്താപഹാരി മുരാരി ദ്വാരക ചന്ദ്രിക ചർച്ചിതമാമിന്റെ ദ്വാരകാപുരി എവിടെ പീലിത്തിലക്കവും കോലക്കുഴലിൽ പാട്ടും അമ്പാടി പൈക്കളും എവിടെ ക്രൂരവിഷാദ ശരം കൊണ്ടു നീറും പ്രേമസ്വരൂപന സ്നേഹസതീർത്ഥ്യന്റെ ആൽക്കരൻ പ്രേമസ്വരൂപന സ്നേഹസതീർത്ഥ്യന്റെ ആൽക്കരൻ കണ്ണീർ കൃഷ്ണ 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 ഹരേ ഹരേ കൃഷ്ണ നിൻ ദ്വാരകയെവിടെ കൃഷ്ണ നിൻ ദ്വാരകയെവിടെ ദൂരം ഏറെ നടന്നു ദൂരം ഏറെ നടന്നു ചേരും കൃഷ്ണ നിൻ ദ്വാരക എവിടെ ദാരിദ്ര്യ ദുഃഖമാ ഋതുക്കളും പേര് സതീർത്ഥ്യന്റെ സതീർത്ഥ്യനെ കാണുവാനായി മുട്ടിയ വയറും ഓലക്കുടയുമായി ഒത്തിരി ദൂരം നടന്നു മുട്ടിയ വയറും ഓലക്കുടയുമായി ഒത്തിരി ദൂരം നടവും കുചേലൻ ഒത്തിരി ദൂരം നടന്നു കൃഷ്ണ നീ ദ്വാരക എവിടെ
കാലങ്ങളേറെ കാത്തുകത്തൊരു നാളിൽ കാണിക്കയായി വരുന്നു. കാലങ്ങളേറെ കാത്തുകത്തൊരു നാളിൽ കാണിക്കയായി വരുന്നു. കല്ലും നെല്ലും നിറഞ്ഞവൾ പൊതിയുമാ ദൂരമേറെ നടന്നു. കല്ലും നെല്ലും നിറഞ്ഞവൾ പൊതിയുമായി ദൂരമേറെ നടന്നു. ചേലൻ ക്ഷീണിതനായി നടന്നു. കൃഷ്ണ ദ്വാരക എവിടെ? പത്നിതൻ വാക്കിന പട്ടിണി മാറ്റുവാൻ പത്മനാഭ വന്നിരുന്നേ. പത്നിതൻ വാക്കിന പട്ടിണി മാറ്റുവാൻ പത്മനാഭ വന്നിരുന്നേ. ഒരു പിടിയവിലിന്റെ തീരാ കഥയുമായി ദൂരമേറെ നടന്നു. ഒരു പിടിയവിലിന്റെ തീരാ കഥയുമായി ദൂരമേറെ നടന്നു. കുചേലൻ ദ്വാരക തേടി നടന്നു. കൃഷ്ണ ദ്വാരക എവിടെ? ദൂരം ഏറെ നടന്നു. ദൂരം ഏറെ നടന്നു. കൃഷ്ണ ദ്വാരക എവിടെ? ഓം നമോ ഭഗവതേ വാസുദേവ. അപ്പോൾ മുകുന്ദനും വിപ്രപര്യന്തൻ വിപ്രേമോട് ഏറ്റവും സസംഭ്രമം വേഗേനെന്ന് പ്രിയസകൻ തന്നെയും ആകമാർദ്ദം ഉണർന്ന് വഴി പോലെ ആദ്യം വിൽക്കുന്നതെന്ന് മുഖത്തൻ പാടിയും കൊണ്ടുനിന്ന് മുഖത്ത് പ്രിയസകൻ സംഗീത പ്രാണിപ്പതി ബാഷ്പബിന്ദുക്കൾ വർഷിച്ചതെന്നപ്പോൾ വിപ്രവചനം മാധവ സംഗീത ശുദ്ധനാ ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രാണിപതി ബാഷ്പബിന്ദുക്കൾ വർഷത്തുന്നത് അപ്പോൾ വിപ്രവര്യൻ മാധവസംഖ്യം ശുദ്ധനായി മോദിച്ചു നിന്നു. പിന്നെ മുകുന്ദനും വിപ്രേന്ദ്ര പാദങ്ങൾ നന്നായി കഴുകി. മുകുന്ദനും വിപ്രേന്ദ്ര പാദങ്ങൾ നന്നായി കഴുകിയ തീർത്ഥം ശിരസിംഗൽ സർവപാപാപകനായ ജനാർദ്ദനൻ നിർവാണതൻ ധരിച്ചീടിനാൻ. പിന്നെയും ആരണീന്ദ്രന്റെ കരം പിടിച്ച് അൻപോട് ചാരുതരമായ തങ്ങളുടെ മെത്തമേൽ നന്നായി ഇരുത്തി. പിന്നെയും
അരണേന്ദ്രന്റെ കരം പിടിച്ചെമ്പോട് ചാരുതരമായ തന്നുടെ മെത്തമേൽ നന്നായിരുത്തി സുരദ്രുമ പുഷ്പങ്ങൾ നന്നായി അണിയിച്ചു ദിവ്യാംഗരാഗവും സുരദ്രുമ പുഷ്പങ്ങൾ നന്നായി അണിയിച്ചു ദിവ്യാംഗരാഗവും പിന്നെ വിരവോട് പൂജിച്ചു മാധവൻ പിന്നെ വിരവോട് പൂജിച്ചു മാധവൻ പിന്നെ വിരവോട് പൂജിച്ചു മാധവൻ. വൈദർഭിതരായ നാരിമാർ കാലഘട്ടങ്ങൾ വീടിയതായി വിപ്രപ്രവരൻ ഇവൻ അതിനിസ്ത്രവൻ എത്രയും മാലിന്യശാലി കറുത്തവൻ അംഗം മിലിഞ്ഞു മലിനാമരൻ ഇവൻ തന്നിൽ അഖിലേശരു ബഹുവാത്സല്യം എന്ന് വരുവതിനെന്തു കാരണം നന്ദു എത്രയും ഓർത്താൽ വിചിത്രമാ ഓർത്താൽ അഖില ഗുണമന്ദിരൻ വിപ്രൻ ആർത്തിവിനാശനൻ തന്നുടെ കാരുണ്യം പേർത്തും ഇവങ്ങൾ വസിക്കുന്നത് പോലോ എത്രയോ ഭാഗ്യവാന്മാരിൽ അഗ്രേസരൻ ഇത്തരം നാരികൾ മന്ദം പറയുമ്പോൾ ഉത്തമ വിപ്രന്റെ പാണി പിടിച്ചിട്ട് മല്ലാരി താരം കുശലം വിചാരിച്ച് നല്ലൊരു കൂറോട് പിന്നെയും ചോദിച്ചു ഇത്രയും ബുദ്ധിമാനുത്തമപുസുരസത്തമനാമ്യ സഖാവാം ഭവാനിഹ ഇഷ്ടാനുരൂപയായിരുന്നു പത്നിയെ ഇഷ്ടികാര്യാർത്ഥമായി വെട്ടിതോ നിഷ്കാമകർമ്മങ്ങൾ ചെയ്തു വാഴുന്നത് നിഷ്കൽമഷണാം സഖി തവ മാനസേ ഭാര്യ സുതരന സംസാരമെന്നത് കാര്യമോഹം ഭവാനില്ലെന്ന് മുന്നമേ ഞാൻ അറിഞ്ഞത്ര ഇരിക്കുന്നിത് എങ്കിലും ലൗകികമായുള്ള കർമ്മങ്ങൾ ഓരോ ലോകോപകാരമായി ചെയ്യുകയും വേണം. ബ്രഹ്മചര്യം പൂണ്ട് നാം ഗുരുഭക്തനെയും ബ്രഹ്മസൗഖ്യത്തോട് തുല്യം വസിച്ച തമ്മിൽ കഴിഞ്ഞ വൃത്താന്തങ്ങളൊക്കെയും നിർമ്മല നിന്നുള്ളിലുണ്ടോ മറന്നിതോ സൽഗുരുഭക്തിതൻ വാക്കിനാൽ നാം ചെന്ന് സത്വരം കാടകം വെക്കു വിറകിനായി അപ്പോൾ നിശീതിനി കാലവും വർഷവും ട്രിപ്പോട് വന്ന് വനാന്തരപ്പെട്ടു വന്നു നിശീതിനി കാറ്റും മഴയുമായി നിന്ന് കുളിരും പുറത്തു വലഞ്ഞിട്ട് പിന്നെ കരങ്ങൾ തമ്മിൽ പിടിപെട്ട് അഭിന്നമായി ധൈര്യവും വിട്ട് ഉറങ്ങിയിടാതെ അപ്പോൾ വനചരധാരികളാൽ നമുക്കുൽപ്പന്നമായി ഭയത്തെ മറന്നിതോ പിന്നെ പുലർന്ന സമയവും ഗുരുവരനുടെ
കാരുണ്യമോട് നമ്മെ തിരഞ്ഞെത്തി പിടിച്ചുണർന്നത് ഓർത്തുകാണ്ട് അന്ന് ഗുരുവരുൾ ചെയ്തു നിങ്ങൾക്കെന്ന് വന്ന സമസ്ത ഗുണങ്ങളെന്നുള്ളത് നാനാ ഗുണകീർത്തി വിദ്യ സമസ്തവും നന്നായി പരിപൂർണമായി വരുമെന്നത് ഇത്തരം ഗുരു നമ്മോട് എത്രയും ഏറ്റവും ആശിച്ചു നൽകിയില്ലയോ ഓരോ നാം അന്ന് കളിച്ചത് നന്നായി പറഞ്ഞു തോന്നുന്നിതോ സഖേ സൽഗുരുതന്നുടെ കാരുണ്യമുണ്ടെങ്കിൽ സൽഗുണമൊക്കെയും വന്നുകൂടുന്ന ഇത്തരം മാധവവാക്യങ്ങൾ കേൾക്കയാൽ ഉത്തമ ഭൂസുരൻ മെല്ലവേ ചൊല്ലിന നിഗമ സകല കലാവിദ്യാനാഥ ബിന്ദുക്കൾ സമസ്താത്മകൻ ഭവാൻ നാനാചരാചര ലോകത്തിനൊക്കെയും സ്ഥാനമായി നിൽക്കും പരമഗുരു ഭവാൻ സന്ദീപനീ ഗൃഹേ വിദ്യ പഠിപ്പതിനൊന്നിച്ചു വന്നതും അത്ഭുതം എത്രയും സന്ദീപനീ ഗൃഹ വിദ്യ പഠിപ്പതിനൊന്നിച്ചു വന്നതും അത്ഭുതം എത്രയും ഇത്തം കുചേലൻ ജഗൽപതി തന്നോടും ഉത്തരം ചൊന്ന് കെട്ടുമോദത്തോടും അച്ഛനും വിപ്രേന്ദ്രനോടും ചൊല്ലിനാൻ നിശ്ചല സദ്ഗുണവാദിതേ നീക പോരുന്ന നേരം നമുക്ക് നൽകിയിടുവാൻ ചാരുവാൻ പ്രാഭൃതം കൊണ്ടിങ്ങു പോന്നിതോ ആയതോ നൽകുക നീ ഇപ്പോഴേ ആയത് മൂലമറ്റം ഗുണമായി വരും മൽഭക്തരായവർ നൽകുന്നതൊക്കെയും അപ്പോഴേ ഞാൻ ഭുജിച്ചിടും അറിയണം നല്ല ഫലം ജലം നല്ല കുസുമങ്ങൾ നല്ല സദ്ഭക്തരായുള്ളവർ നൽകുക നല്ലവണ്ണം ഇഷ്ടമായി വരും ഇങ്ങിടോ അല്ലാതെ ഭക്തിഹീനന്മാർ ത്രിലോകാദി സത്വരം നൽകിരും മോദിക്കയില്ല ഇത്തരം വാക്കുകൾ കേട്ടു വിപ്രന്തതാ ഉത്തമരാകും മുകുന്ദന് തന്നുടെ കക്ഷയൊളിച്ച് വെച്ചിടും മൃഗത്തെ തക്ഷണം നാടിച്ച് നൽകാതിരുന്നിതോ അപ്പോൾ മുകുന്ദനും മാനസേ ചിന്തിച്ചു സൽപൂമാറാം ഇവൻ നൃത്തത്തിൻ്റെയും ചിത്തി ഭജിച്ചതില്ല അർദ്ധത്തിരേതുവേ ചിത്തത്തിരാശയില്ല ഇന്ന് ഇവനും ഇകിറും തൽപത്നി തന്നുടെ വാക്കിനാ അർത്ഥത്തില് ഇപ്പോൾ ഇവിടെ വരിക കൊണ്ട് ഇന്നു ഞാൻ ദേവകൾക്കും ലഭിയാതെ ധനങ്ങളെ കേവലം ഭക്തവിപ്രന് നൽകിയിടുവൻ ഇതം വിചാരിച്ച മാധവൻ വിപ്രനോ ഉത്തമനാം നിൻ കിഴിയന്ത് ഇതിൽ എന്നും ചോദിച്ച് ഭാണ്ഡം പിടിച്ചഴിക്കൂ എന്ന് ചോദിച്ച് ഭാണ്ഡം പിടിച്ച് അഴിക്കും വിധോ ബോധിച്ചു മാധവനെന്നവൾ കാണുക നിർമ്മലമായുള്ളവൾ കണ്ട പോലമായി നിർമ്മലമേറ്റവൻ നിർമ്മലായ
തങ്ങളുടെ കയ്യാൽ ഒരു വസ്തുവാരി ഏറ്റവും ആനന്ദേന തിന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. പുനരതിൽ ഏറ്റവും നന്നായ ഒരു വസ്തുവാരിട്ട് തെറ്റെന്ന് വായിക്കൊള്ളുന്നതിന് തുറന്നപ്പോൾ തെറ്റെന്നു കാരുണ്യശാലി കമലാക്ഷി ഇന്ദിരയാകിയറുപ്പ് മാധവൻ തന്നുടെ കൈപിടിച്ചമ്പോ ലജ്ജയാ മന്ദാക്ഷമോട് പറഞ്ഞിട്ട് അതുനേരം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇന്നു മതി വിപ്രോത്തമന്യക. എന്നും സുരന്മാർക്ക് പോലും അസാധ്യമായി നിയമം ഐശ്വര്യം ഭവിച്ചതവന്യക. ഈശ നീ ഭക്ഷിച്ചതുകൊണ്ടും മോക്ഷവും വന്നതവൻ ഇതുപോലും എന്നോതിനാൽ പിന്നെ വിപ്രേന്ദ്രനെ പൂജിച്ചു മാധവൻ. പിന്നെ വിപ്രേന്ദ്രനെ പൂജിച്ചു മാധവൻ. പിന്നെ വിപ്രേന്ദ്രനെ പൂജിച്ചു മാധവൻ. തന്നുടെ വെട്ടമേലത്ര ശയിപ്പിച്ചു. തന്നുടെ വെട്ടമേലത്ര ശയിപ്പിച്ചു. പാദ ശുശ്രൂഷയും ചെയ്തു വന്ദിച്ചിപ്പോ ചൊല്ലി കലപിച്ചിപ്പോ. അങ്ങനെ രാത്രി കഴിഞ്ഞോരനന്തരം മംഗല വിപ്രഖ്യാതികർമ്മം കഴിച്ചു അൻപോട് ലോകേശനോട് യാത്ര പറഞ്ഞു ഉത്തമപ്പെണ്ണടന്നിതു പോകുന്ന മാർഗത്തിൽ ഓരോന്നു ചിന്തിച്ചു. ഉത്തമ വിപ്രൻ നടന്നിതു. ഉത്തമ വിപ്രൻ നടന്നിതു. പോകുന്ന മാർഗത്തിൽ പോകുന്ന മാർഗത്തിൽ ഓരോന്നു ചിന്തിച്ചു. ഏകനാഥന്റെ വൃത്താന്തം അതിശയം അന്തരഭക്തിയും ഏറ്റമത്തിൽ ഭൂതം. ചിന്താമരാക്ഷൻ സുഭഗസമ്മോഹനൻ. ചിന്താമരാക്ഷൻ സുഭഗസമ്മോഹനൻ. ഞാനായത് ഏറ്റം മലിനൻ തമോമയൻ. ആനന്ദരൂപൻ എന്നെ പുടർന്നേടിന. ദേവാസുരാദി സകലരും ഐശ്വര്യം ആവോളം ആർജിച്ചതോർത്തു കണ്ടിടുക. കേവലം തൽപ്രസാദത്താലത്രയും സേവിപ്പവർക്ക് സകല സമ്പത്തുകൾ സേവാഫലപ്രദൻ മാധവൻ നൽകുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അർദ്ധത്തിനായിട്ട് വന്നു ഞാൻ ആയുധം അർദ്ധിക്കുന്നതില്ലാതെ വന്നു ഗൃഹേ പത്നികരുടെ ആലയപരമാഗ്രഹിച്ചത്ര നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്തു ഞാൻ
അങ്ങവളോട് പറയും, ചിന്തിക്കിൽ സർവജ്ഞനല്ലോ ജഗത്പൻ, എന്തു നമുക്ക് ധനമെന്ന് നൽകാഞ്ഞു, എന്തു നമുക്ക് ധനമെന്ന് നൽകാഞ്ഞു. ചിത്തേ ധനമതാലിങ്ങ് നമുക്കുള്ള കൃത്യവും ഭക്തിയും പോമെന്ന് ചിന്തിച്ചു. നിത്യസ്വരൂപനെങ്ങ് അർത്ഥം തരാഞ്ഞതും ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചു വെക്കണം. ചെന്നു തന്നുടെ പത്തന സന്നിധം. അപ്പോൾ അനേകമണി ഗ്രഹചാരവും ശില്പവും മാളികക്കൂട്ടവും കാണാൻ നല്ല രത്നങ്ങൾ, വസ്ത്രങ്ങൾ, ഭൂഷണം എല്ലാം പരിപൂർണമായ കൂട്ടുഗൃഹം, ഏറ്റവും കനകമയമാം മതിലുകൾ, മുറ്റങ്ങൾ, നല്ലൊരു ഭവനജാലങ്ങൾ, ചിത്രതര പതാകകൾ, സുവർണവൻ, എത്രയും നല്ല ഭക്ഷണങ്ങളോടുത്തതി, നിർമ്മലമായ ജലസ്ഥലഭാവികൾ, നിർമ്മല കുമാരി, മറ്റും ഓരോവരും ദേവേന്ദ്ര മന്ദിരത്തിലും മണിവൻ, ദേവകപ്പോലും വണങ്ങും പുരുഷനും അപ്സരത്തുകൾ നമിക്കുന്ന നാരിവൻ. ആ പുരസൂകൾ കണ്ടു വിപ്രത്വൻ പാരമ്പര്യം നിർമ്മിച്ചെന്ന് നിൽക്കും വിധോ പാരാരവിനെയും കണ്ടിത വിസ്മയം. നിർമ്മലമായ കനകമണികളാൽ നിർമ്മല ഭൂഷണം കണ്ട് മോടിയുവിടും മക്കളും ദാസിമാതമ്മോട് ശോഭയാമി കണ്ണിമൗലികം പത്നി സുമന്ത്ര മോദീന വന്താക്ഷമക്കൊണ്ട് വന്ദിച്ച് ഭൂസരം ചെന്ന് നിർത്തപ്പോൾ സവിസ്മയം ഒക്കെയും ഓർത്ത് രൂപിച്ചു വിപ്രൻ. ഈ കഴി മാധവമായ എല്ലാം ഹരിചരണങ്ങൾക്ക് നമുക്കില്ല ഒരു സംശയം എന്നുറപ്പിച്ചത്. ചന്ദ്രഹമ്പക്ക് സൗഖ്യമേ പാടുന്നു. നന്ദന ഭാര്യാദിയോട് വിപ്രോത്തമൻ ചിന്മയനായ മുഖത്തിനെ ചിന്തിച്ചു. നന്നായി വസിക്കാൻ ഹരിതരം പിന്നെയും നിത്യസ്വരൂപനെ ചിന്തിച്ച് മുക്തിയും അന്ത്യകാലത്തിൽ ലഭിച്ചു. നരോത്തമ സർവാത്മകൻ അഖിലേക പരമ്പവൻ സർവവും ഭക്തജനങ്ങൾക്ക് ഭാര്യയെ സർവവും ഭക്തജനങ്ങൾക്ക് നൽകുമേ എല്ലാ സുഖങ്ങളും നന്നായി കൊടുക്കുന്നു. വല്ലാതെ തന്നെ ഭജിപ്പരെല്ലാവരും സർവാത്മകൻ ചരിതമതി സർവജനങ്ങൾ തൊഴിലും കേൾക്കലും സർവ ധനസുഖം വേഗമുണ്ടാകും. സർവാത്മകൻ കൃപ സാധിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതി വസുദേവായ. ജലോപാഖ്യാനം ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ചിരിക്കുകയാണ്.